ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്, വലിയ പ്രതീക്ഷയോടുകൂടി കെയ്റോയിലേക്ക് നോക്കുകയാണ്. നാളെ ഒക്ടോബർ 7 ഇസ്രായേലിനെ ചൊടിപ്പിച്ച, ഇസ്രായേലിനെ അമ്പരപ്പിച്ച ഹമാസ് ഓപ്പറേഷൻ്റെ 2ാം വാർഷികമാണ്. അതിനു മുൻപ് ഒരു ശുഭവാർത്ത കെയ്റോയിൽ നിന്ന് പ്രതീക്ഷിക്കാം. എല്ലാ കണ്ണുകളും, ലോകത്തിൻ്റെ തന്നെ സകല കണ്ണുകളും കെയ്റോയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അവിടെ സമാധാന ചർച്ചയ്ക്കായി ഹമാസിൻ്റെ നേതാക്കൾ എത്തിക്കഴിഞ്ഞു. അതുപോലെ ഇസ്രയേലിൻ്റെ പ്രതിനിധികൾ, IDF ആകട്ടെ, മൊസാദ് ആകട്ടെ, അവരുടെ എല്ലാം പ്രതിനിധികൾ എത്തിക്കഴിഞ്ഞു. അമേരിക്കൻ പ്രതിനിധി, ഉന്നതതല സംഘം തന്നെയാണ് അമേരിക്കയ്ക്ക് വേണ്ടി വരുന്നത്. പ്രസിഡൻറ്റിൻ്റെ മരുമകൻ ജാറഡ് കുഷ്ണർ എത്തുന്നു. അതേപോലെ അമേരിക്ക മധ്യപൗരസ്ത്യ പ്രദേശത്തെ ട്രംപിൻ്റെ വിശ്വസ്തനായ ഏജൻ്റായി പ്രവർത്തിക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫ് എത്തുന്നു. ഇവരെല്ലാം ചേർന്ന് നടത്തുന്ന പല റൗണ്ട് ചർച്ചകൾ, ഏതാനും റൗണ്ട് ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നൊടിയിടയിൽ എത്തിച്ചേരാവുന്ന ഒരു സമഗ്ര കരാറല്ല ഇത് എന്ന ബോധ്യം ലോകത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ കണ്ണുകളും ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയ്റോയിലേക്ക് നീങ്ങുന്നു. ഇനി നോക്കൂ, ഇവിടെ പ്രിഫറൻസസ്, 2 വിഭാഗവും പ്രിഫറൻസസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹമാസിൻ്റെ ഭാഗത്ത് ഒരു വലിയ ഒളിച്ചുകളി നടക്കുന്നുണ്ട്. അതൊരു തന്ത്രപരമായ ഒളിച്ചുകളി തന്നെയാണ്. അതിനെ ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ മാത്രം കാണേണ്ടതില്ല. ഈ ഒളിച്ചുകളിയിൽ പ്രധാനപ്പെട്ട കാര്യം, ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതി തത്വത്തിൽ, ആ 20 ദിന പദ്ധതി തത്വത്തിൽ ഹമാസ് അംഗീകരിക്കുന്നു. ആ ഒരു പ്രതീതി തന്നെയാണ് പൊതുവെ പറയുന്നത്. പക്ഷേ നിരായുധീകരണ കാര്യം വരുമ്പോൾ പൂർണ്ണമായ സൈലൻസാണ്. ആകെ സമ്മതിച്ചിട്ടുള്ളത് ബന്ദികളെ വിട്ടു നൽകാം എന്ന് തത്വത്തിൽ സമ്മതിച്ചു. അതും കണ്ടീഷണലാണ്. ഇസ്രയേൽ വെടിനിർത്തി ഇസ്രയേൽ സേനയുടെ പിന്മാറ്റം പൂർത്തിയാകുമ്പോൾ നടക്കേണ്ടതാണ് ബന്ദിമോചനം എങ്കിൽ ഉടനടി നടക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇസ്രയേലി സേനകളുടെ പിന്മാറ്റം എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായിട്ട് നടക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദീർഘമായൊരു പ്രക്രിയയിൽ കൂടി മാത്രമേ അങ്ങനെയെങ്കിൽ ബന്ദിമോചനം സാധ്യമാവൂ. രണ്ടാമത്തെ കാര്യം ഹമാസിൻ്റെ നിരായുധീകരണമാണ്. ആ നിരായുധീകരണം സാധ്യം ആകണമെങ്കിൽ ഒരുപാട് ഇഫ്സ് ആൻഡ് ബട്ട്സ് പൂരിപ്പിക്കേണ്ടതുണ്ട്. അത് ആർക്ക് മുന്നിലാണ് ഹമാസ് ആയുധം വെക്കേണ്ടത്? ഇതിനാരാണ് അക്കൗണ്ടബിലിറ്റി നൽകുക? എന്ത് തരത്തിലുള്ള ഗ്യാരൻറ്റീസാണ് ഇസ്രയേൽ ഹമാസിൽ നിന്നും അല്ലെങ്കിൽ ഗാസയുടെ ഫ്യൂച്ചർ അഡ്മിനിസ്ട്രേഷനിൽ നിന്നും സെക്യൂരിറ്റി ഗ്യാരണ്ടി ചോദിച്ചു വാങ്ങുക? വലിയ വിഷയമാണ്. അതേപോലെ ഹമാസ് ഈസ് ടോട്ടലി സൈലൻറ്റ് ഓൺ പോസ്റ്റ് വാർ ഗാസ അഡ്മിനിസ്ട്രേഷൻ. ആദ്യം റീകൺസ്ട്രക്ഷൻ. ആ റീകൺസ്ട്രക്ഷൻ എഫേർട്സ് ഒരുപക്ഷെ ലോക കമ്മ്യൂണിറ്റിയും അറബ് രാജ്യങ്ങളും ചേർന്ന് ചെയ്യും അമേരിക്കയുടെ നേതൃത്വത്തിൽ. പക്ഷേ ആരാണ് അടുത്ത ഗവൺമെൻറ്റായി വരേണ്ടത്? ഇപ്പോൾ ഒരു ടെക്നിക്കൽ സംഘമാണെന്ന് പറയുന്നു. ആ ടെക്നിക്കൽ സംഘത്തിൽ ഹമാസിൻ്റെ പ്രതിനിധികൾ ഉണ്ടാകുമോ? ഹമാസ് നിർദ്ദേശിക്കുന്നവരുണ്ടാകുമോ? ഹമാസിൻ്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുമോ? ഏത് രീതിയിലുള്ള ഒരു പവർ സ്ട്രക്ചറിലാണ് പുതിയ ഗാസ പ്രവർത്തിക്കേണ്ടത്? ഇതെല്ലാം തന്നെ അയൺ ഔട്ട് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എത്ര തിടുക്കം കൂട്ടിയാലും ഉടനടി ഒരു വെടിനിർത്തൽ പോലും ഇതുവരെ ഇപ്പോൾ സംസാരിക്കുന്ന, ലൈവായി ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും ഒരു വെടിനിർത്തൽ സാധ്യമായിട്ടില്ല എന്നോർക്കണം. വെടിനിർത്തലിന് ശേഷം മാത്രമേ സേനാ പിന്മാറ്റം നടക്കൂ, ബന്ദി കൈമാറ്റം നടക്കൂ. അതുകൊണ്ട് സ്ക്വയർ 1 തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും കാര്യങ്ങൾ. അതുകൊണ്ടാണ് സങ്കീർണമായ ഒരു പീസ് പ്രോസസ്സാണിത്. ഇത് ഡൊണാൾഡ് ട്രംപ് 20 ദിന പദ്ധതി വരച്ചു കാട്ടിയപ്പോൾ ലോകം വിചാരിച്ചു ഇതെല്ലാം ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമാണെന്ന്. പക്ഷേ ഇപ്പോഴാണ് ഈ പ്രിഫറൻസസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നതും. ഒരു ഡിലേയിങ് ടാറ്റിക്സ് എന്ന നിലയിൽ ഹമാസ് മുന്നോട്ട് പോകുന്നു. ഇസ്രയേലിൻ്റെ പദ്ധതികളും പൂർണ്ണമായി ഫലപ്രാപ്തിയിലെത്തുന്നില്ല. കാരണം ഇസ്രയേലിൻ്റെ ആഗ്രഹം ഹമാസിനെ പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യുക. അതിന് അമേരിക്കയുടെ സഹായം വേണ്ടിവരും. കാരണം ഭാവിയിൽ ഹമാസ് ഉണ്ടാവരുത് എങ്കിൽ ഹമാസിൻ്റെ അവശേഷിക്കുന്ന നേതാക്കൾക്ക് സുരക്ഷിതമായി മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു പോകാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം. അത് ട്രംപ് വെച്ച പദ്ധതിയാണ്. പക്ഷേ അതിനോട് അനുരൂപമായിട്ടല്ല ഹമാസ് പ്രവർത്തിച്ചത്. ഒരാൾ പോലും ഗാസ വിട്ടു പോകുമെന്ന് ഉറപ്പിച്ച ഈ ഘട്ടത്തിൽ ഹമാസ് പറയുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഖത്തറിനും ഈജിപ്തിനും പിടിപ്പത് പണിയാണ്. ഹമാസിൻ്റെ നേതാക്കളെ ഖലീൽ അൽ ഹയ്യ ആണ് പ്രധാനമായും ഹമാസിന് വേണ്ടി നെഗോഷിയേറ്റ് ചെയ്ത്. നോക്കൂ, ഖലീൽ അൽ ഹയ്യ അദ്ദേഹം ഖത്തറിൽ ആയിരുന്ന സമയത്താണ് ഇസ്രയേലിൻ്റെ ആക്രമണം ദോഹയിൽ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സമീപ ഭൂതകാലത്താണ് എന്നതും പ്രത്യേകമായി ഓർക്കണം. അതുകൊണ്ട് ഹമാസിൻ്റെ ഭാഗത്തുള്ള ഇസ്രയേലിന് പ്രതീക്ഷിക്കാവുന്ന ഏക കാര്യം, ഹമാസ് ഈ ഗാസയ്ക്കുള്ളിലെ ഹമാസും ഗാസയ്ക്ക് പുറത്ത് ഖത്തറിലും കെയ്റോയിലും ഒക്കെയുള്ള ഹമാസും തമ്മിലുള്ള ആശയവിനിമയത്തിൽ
ചില അവ്യക്തതകൾ ഉണ്ട് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. ആ അവ്യക്തതകൾ ഏതെങ്കിലും രീതിയിൽ മുതലാക്കാനാവുമോ? പ്രത്യേകിച്ച് ഗാസയ്ക്ക് വെളിയിലുള്ള ഹമാസിൻ്റെ നേതാക്കൾക്ക് ഒരുപക്ഷെ യുദ്ധം അവസാനിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. കാരണം ഇസ്രായേൽ ലോകത്തിൻ്റെ ഏതറ്റത്ത് പോയും ബോംബ് ചെയ്യും എന്ന തീരുമാനത്തിലാണ്. അതുകൊണ്ടാണല്ലോ ഒരു സൂചന എന്ന നിലയിൽ ആ കേന്ദ്രം ഖത്തറിലെ കേന്ദ്രം ആക്രമിച്ചത്. ഇതൊരു സൂചനയാണെങ്കിൽ ഹമാസിൻ്റെ നെഗോഷിയേറ്റേഴ്സ് അവർ സുഖമായി മറ്റിടങ്ങളിലാണ് അവർ നെഗോഷിയേറ്റ് ചെയ്യുന്നു എന്നത് ശരിയാണ്. പക്ഷേ അവരുടെ സുരക്ഷിതത്വം വെല്ലുവിളിയാകുമ്പോൾ എങ്ങനെയും ഒരു പീസ് ഡീലിലെത്താൻ അവർ ശ്രമിക്കും. അത് ഇസ്രായേലിനെ ചിലപ്പോൾ ചെറിയ രീതിയിൽ അനുകൂലമാവുകയും ചെയ്യും. അതേസമയം ഗാസയ്ക്കുള്ളിൽ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം എങ്ങനെ സാധ്യമാകും? ഖത്തറിനും ഈജിപ്തിനും എത്രത്തോളം ഇത് ഹമാസിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഏകോപിപ്പിക്കാൻ കഴിയും എന്നത് ചോദ്യചിഹ്നമാണ്. മറുവശത്തെ ഈജിപ്തിൻ്റെ പ്രിഫറൻസസ് അവിടെയും ഡിവൈഡുണ്ട്. അവിടെ ഒരു മിതവാദി വിഭാഗമുണ്ട്, തീവ്രവാദി വിഭാഗമുണ്ട്. ഈ തീവ്ര വിഭാഗക്കാർക്ക് ഒരിക്കലും ഹമാസുമായി ചർച്ച ചെയ്യരുത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അമേരിക്ക ഇടപെട്ട് ഹമാസിന് ഒരു പുതുജീവൻ നൽകുകയാണോ എന്ന സന്ദേഹം ഈ സയൻസ് വിഭാഗങ്ങൾക്കുണ്ട്. ഇവരെ ഉൾപ്പെടെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകുക എന്നത് ബെഞ്ചമിൻ നെതന്യാഹു ആൻഡ് ടീമിന് ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവരും. തീർച്ചയായും.